നേരെ ഇടുക്കിയിലേക്കാണ് പോകുന്നത്. ഇടുക്കി കുടയത്തൂർ അടൂർ മലയിൽ അർദ്ധരാത്രി ഉരുൾപൊട്ടി. ഈ മേഖലയിൽ ഒരു വീട്ടമ്മയെ കാണാതായിട്ടുണ്ട്. അഗ്നിശമന സേന രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇടുക്കിയിൽ മഴ ശക്തമായതോടെ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ മണ്ണിടിഞ്ഞു ഗതാഗതം തടസ്സമുണ്ടായി. കൊക്കയാറിൽ 6 വീടുകളിൽ വെള്ളം കയറിയതോടെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. പുല്ലക്കയാർ കരകവിഞ്ഞൊഴുകുകയാണ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ആണ് ചേരുന്നത്. സുബിൻ, ജില്ലയിലെ വിവിധ തരത്തിലുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യം എന്താണ്? കാണാതായ വീട്ടമ്മയ്ക്കായുള്ള തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഈ അടൂർ മലയിലാണ് ഇത്തരത്തിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി മണ്ണിടിച്ചിലുണ്ടാവുന്നത്, ഉരുൾപൊട്ടലുണ്ടാവുന്നത്. ഒരു വീട് പൂർണ്ണമായും ഈ മണ്ണിനടിയിലായിട്ടുണ്ട്. ഈ വീട്ടിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഈ വീട്ടിലുണ്ടായിരുന്ന വീട്ടമ്മയാണ് നിലവിൽ കാണാതായിട്ടുള്ളത്. അതായത് കുടയത്തൂർ 7ാം വാർഡിലുള്ള മഷിക്കല്ലിൽ സുമതിയാണ് ഇത്തരത്തിൽ ഈ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുള്ളത്. ഇവരുടെ ഭർത്താവ് രവികുമാറിനെയും മകൻ സുമിത്തിനെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇതുവരെയും ഈ വീട്ടമ്മയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ വൈകുന്നേരം മുതൽ രാത്രി മുതൽ അസാധാരണമായ മഴയാണ് ഇടുക്കി ജില്ലയിൽ പെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് വണ്ടിപ്പെരിയാറ്റിലാണ്. ഇവിടെ KK റോഡ്, കുമളി മൂന്നാർ പ്രധാന റോഡാണ്, ദേശീയപാതയാണ്. ദേശീയപാതയെ പൂർണ്ണമായും വെള്ളം കയറിയ ഒരു സാഹചര്യമാണുള്ളത്. വലിയ വാഹനങ്ങൾ മാത്രമാണ് കടന്നു പോകുന്നത്. ഈ സമീപത്തായി ഒരു ചെറിയ തോടുണ്ടായിരുന്നു. ആ തോട് പൂർണ്ണമായും കരകവിഞ്ഞാണ് ഈ റോഡിലേക്ക് വെള്ളം കയറിയിട്ടുള്ളത്. വാഹനങ്ങളെല്ലാം തന്നെ അവിടെ, ബസ്സുകളൊക്കെ കുടുങ്ങി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചെറുവാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ വണ്ടിപ്പെരിയാർ മേഖലയിലുള്ളത്. ഈ വണ്ടിപ്പെരിയാറിന് സമീപമുള്ള പെരിയാറിന്റെ തീരപ്രദേശങ്ങളിലേക്ക്, വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ അറിയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ കൊക്കയാർ ഉൾപ്പെടെയുള്ള മേഖലകളിലും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. 6 വീടുകളിലാണ് വെള്ളം കയറിയത്. പുല്ലകയാർ കരകവിഞ്ഞ് ഒഴുകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത ഒരു അപകട സാധ്യത ഉള്ളതുകൊണ്ട് ഇവിടെ നിന്നുള്ള ആളുകളെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് പൂർണ്ണമായും അവധി പ്രഖ്യാപിച്ചിരിക്കുകയുമാണ്. ഈ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് മണ്ണിടിച്ചിൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതീവ സുരക്ഷ അല്ലെങ്കിൽ അതീവ ജാഗ്രത ഇടുക്കി ജില്ലയിൽ ആവശ്യമാണ് എന്നുള്ളൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാം തന്നെ അറിയിച്ചിട്ടുള്ളത്. ഈ അടിമാലി മൂന്നാർ മേഖലയിൽ മണ്ണിടിച്ചിൽ രൂക്ഷമായിട്ടുള്ളത്. ഈ വാളറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ, ഈ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ ഈ മണ്ണിടിയാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. നിലവിൽ ഈ വാളറയ്ക്ക് സമീപം വനപ്രദേശത്ത് മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും തടസ്സപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അടിമാലി മേഖലയിലുണ്ടായ കോലാഹലമായിട്ടുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരു വീട്ടിലെ മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് അവിടെ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. എന്തായാലും അതീവ ജാഗ്രതയാണ് ഇടുക്കി ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. അതായത് ഈ പെരിയാറിന്റെ തീരദേശവാസികളും അതോടൊപ്പം തന്നെ മറ്റ് ചെറു ഡാമുകളെല്ലാം തന്നെ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യമുണ്ട്. കല്ലാർകുട്ടി ഡാമും അതോടൊപ്പം തന്നെ പാമ്പള ഡാമും എല്ലാം നിലവിൽ തുറക്കേണ്ട ഒരു സാഹചര്യമാണ്. കല്ലാർകുട്ടി ഡാം അല്പസമയത്തേക്ക് തന്നെ തുറക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. എന്തായാലും ഇടുക്കി ജില്ലയുടെ പല മേഖലകളിലും ഈ ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ മഴയിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ശരി സുബിൻ, വ്യക്തമാണ്. ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാണ് അവിടുത്തെ സാഹചര്യം എത്രത്തോളം ഭയാനകമാണെന്ന്. ഇനി പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. പത്തനംതിട്ട തണ്ണിത്തോട് തൂമ്പാക്കുളത്ത് ഉരുൾപൊട്ടിയതായി സംശയം. തണ്ണിത്തോട് തേക്കുംകാട് ഭാഗങ്ങളിൽ വെള്ളം കയറി. പമ്പ ഉൾപ്പെടെയുള്ള നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങൾ ഗോകുൽ രമേശ് നൽകും. ഗോകുൽ, ജില്ലയിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണോ? നിലവിലെ സാഹചര്യം അവിടെ എങ്ങനെയാണ്? സുബിൻ, ഇടുക്കിയിൽ നിന്ന് സുബിൻ ഒന്നുകൂടി തുടരുകയാണ്. സുബിൻ, അവിടെ നിലവിലെ സാഹചര്യം ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഈ സമയം പുറത്തു വന്നിട്ടുണ്ടോ? നിർദ്ദേശങ്ങളുണ്ട്. അതായത് ഈ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതീവ ജാഗ്രത പാലിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത ഉണ്ടായാൽ, സാഹചര്യങ്ങൾ ഉണ്ടായാൽ മാറി താമസിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ, ചിന്നക്കനാൽ അതോടൊപ്പം തന്നെ ശാന്തൻപാറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കഴിഞ്ഞ കാലവർഷങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശമാണ്. സമാനമായ സാഹചര്യം അവിടെയും
ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തണം. ഏതെങ്കിലും തരത്തിൽ മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിന് സർക്കാർ വകുപ്പുകൾ പറയുന്നതനുസരിച്ച് മാറി താമസിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ ഈ പ്രധാനപ്പെട്ട മേഖല, അതായത് നിരവധി ഇടങ്ങളിൽ നിലവിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഏലപ്പാറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വെള്ളം കയറുന്നു. താഴ്ന്നു കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. നിരവധി ഇപ്പോൾ ഈ ഏലപ്പാറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഏകദേശം 6ഓളം വീടുകളിലും, മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ കൊക്കയാറിൽ ഏകദേശം 10ഓളം വീടുകളിലേക്ക് നിലവിൽ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ അപകട സാധ്യത ഉണ്ടായാൽ മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. മറ്റിടങ്ങളിൽ ഈ വനാവൃത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ മരം വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തണം. ഈ ആവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. അത് കൃത്യമായി പാലിച്ച് പോകേണ്ടതാണ്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ വണ്ടിപ്പെരിയാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ റോഡിലേക്ക് വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ എപ്പോഴത്തേക്ക് ഈ വെള്ളം, ഈ മഴ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഈ കൂടുതലായി ഈ റോഡിലേക്ക് വെള്ളം കയറുകയും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടാനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇത്തരത്തിൽ ഈ റോഡിലൂടെയുള്ള യാത്രകളെല്ലാം തന്നെ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ മറ്റു സ്ഥലങ്ങളിലും ഈ കട്ടപ്പന ഉൾപ്പെടെയുള്ള മേഖലകളിലും അതോടൊപ്പം തന്നെ തോട്ടം മേഖലകളിലും എല്ലാം തന്നെ ഈ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇടവിട്ട് ശക്തമായിട്ടുള്ള മഴയാണ് ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിലും പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ തുടർച്ചയായ മഴ ശരി സുബിൻ, വ്യക്തമാണ്. മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച യൂണിവേഴ്സിറ്റി PSC പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒന്നുകൂടി ഇടുക്കിയിലേക്ക് പോവുകയാണ്. ഇടുക്കി കുടയത്തൂർ അടൂർ മലയിൽ അർദ്ധരാത്രി ഉരുൾപൊട്ടിയതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ മേഖലയിൽ ഒരു വീട്ടമ്മയെ കാണാതായി. സുബിൻ തോമസ് തുടരുന്നുണ്ട്. സുബിൻ, വീട്ടമ്മയ്ക്കായുള്ള തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? മഴയുടെ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ടോ? മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്ത് നിന്നും കൂടുതലായി വെള്ളം ഈ താഴേക്ക് ഒഴുകി വരുന്നുണ്ട്. അതുകൊണ്ട് ഈ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് കടക്കുമ്പോൾ ഈ കാല് മണ്ണിൽ പോകുന്ന പ്രശ്നങ്ങളുണ്ട്. നിലവിൽ ഈ നാട്ടുകാരും ഫയർഫോഴ്സ് അംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ അടൂർ മലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമീപത്താണ് ഇത്തരത്തിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. നിലവിൽ 29 NDRF സേനാംഗങ്ങളും തൊടുപുഴ മൂലമറ്റം ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള സേനാംഗങ്ങളും ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഇടുക്കി NP ഡീൻ ബിയാക്കോസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ് ആദ്യഘട്ടത്തിൽ ഈ സ്ഥലത്തെത്തുകയും ഇവിടെ മണ്ണിനടിയിൽ അകപ്പെട്ടിരുന്ന ഒരാളെ രക്ഷിക്കുകയും ചെയ്തത്. ഈ വലിയ ശബ്ദം കേട്ട് ഈ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. 3 പേരാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതായത് രവി, ഈ വീട്ടുടമസ്ഥനായിട്ടുള്ള രവിയുടെ ഭാര്യ സുമതി, ഇവരുടെ മകൻ രതീഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഈ ശബ്ദം കേട്ട് ഇവർ പുറത്തേക്ക് ഓടുകയായിരുന്നു. ഈ ആദ്യഘട്ടത്തിൽ ഓടി ഈ രവിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചു. എന്നാൽ ഈ ഭാര്യ സുമതിയും അതോടൊപ്പം തന്നെ മകൻ രതീഷും മണ്ണിനടിയിൽ അകപ്പെടുകയായിരുന്നു. തുടർന്ന് ഈ രവി വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ആളുകൾ അവിടേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തത്. ഈ ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ മകനെ കണ്ടെത്താൻ കഴിയുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. നിലവിൽ ഇയാളുടെ ആരോഗ്യനിലയിൽ തൃപ്തികരമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ അപകടത്തിൽ നിന്ന് സുമതിക്ക് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഇവർ മണ്ണിനടിയിൽ അകപ്പെടുകയായിരുന്നു. പൂർണ്ണമായും താഴ്ഭാഗത്തേക്ക് കൂടുതലായി മണ്ണ് ഇടിഞ്ഞ് പോയിട്ടുണ്ട്. അതായത് വലിയ രീതിയിൽ താഴേക്ക് മണ്ണ് ഒഴുകിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തേക്കാവാം ഒഴുകിപ്പോയത്? അത് വീടിന്റെ പൂർണ്ണമായും തകർന്ന വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് കുടുങ്ങിക്കിടക്കുകയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് വിപുലമായ ഒരു തെരച്ചിൽ തന്നെ അവിടെ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മഴ ഈ ഒരു തെരച്ചിലിന് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ഒരു വലിയ രീതിയിലുള്ള പ്രതിനിധി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.